നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരും ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതാ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ അവര്. സുമിതയുടെ കുടുംബത്തിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഗിരിയല്ലേ. അതുപോലും ഈ സാമദ്രോഹി ചിന്തിച്ചില്ല. ശരി, അതൊക്കെ സമ്മതിച്ചു. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോണത്? ആ കുട്ടിയോട് ഇവൻ കാണിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യണോ അമ്മേ? അത് നമ്മുടെ കടമയാ. അല്ലാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കുണ്ട് 2 പെൺമക്കള്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ പെൺകൊച്ചിന്റെ ശാപം ഈ കുടുംബത്തിന് മേൽ വന്നു വീഴാതിരിക്കാൻ വേറെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. എന്ത് തീരുമാനം? അത് വേറൊന്നുമല്ല ഗിരിമോനെ. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ. ഇവനെ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് സമ്മതോ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഇപ്പോ ഏട്ടന് ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട് അച്ഛമ്മേ. ഒരിക്കലും നന്ദിതയെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനത് ചെയ്തത്. പറ്റിപ്പോയതാണ്. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ അമ്മ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു, ഉപദേശിച്ചു. ആ തെറ്റ് തിരുത്തിയെ കൊള്ളാന്ന് എനിക്കുണ്ട്. അല്ല, ഗിരിമോൻ ഇക്കാര്യത്തില് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവനീ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാ. നല്ല തീരുമാനം. ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ തോന്നുന്നത് നല്ല കാര്യം തന്നെയാ. നമ്മൾ എന്തിനാ വെറുതെ ആ കൊച്ചിന്റെയും ആ കുടുംബത്തിന്റെയും പ്രാക്ക് വാങ്ങി കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടും വച്ച് താമസിപ്പിക്കാതെ കല്യാണം നടത്തണമെന്ന എന്റെ അഭിപ്രായം. ഏതായാലും ഒരു മംഗളകാരിയല്ലേ. ഒരു ജോത്സ്യനെ വിളിച്ച് നല്ല നേരം നോക്കാതെ എങ്ങനെയാ മോനെ? അല്ല ഡോക്ടർ? അതാവാം. ആ, പക്ഷേ അതിനു മുമ്പ് അവരുടെ വീട്ടുകാരോട് കൂടി. അവർക്ക് സന്തോഷമോ മോനെ? ഒന്നായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരുപാട് ആർഭാടമായിട്ടൊന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടും, അത് മതി. അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചാൽ മതി അമ്മേ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. നമ്മള് 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതാ നല്ലത്. അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്നേ ഒരു നാളെ കുറിച്ച് കല്യാണം നടത്താൻ നോക്ക്. അങ്ങനെയാണെങ്കിലും ചീത്തപ്പേര് ഒഴിവാക്കാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.